ഒരു സംവിധായകൻ്റെ ഇഷ്ടങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുമ്പോൾ തന്നെ താങ്കളൊരു പഴയ സ്റ്റേറ്റ്മെൻറ്റ് ഓർമ്മ വരികയാണ്. എൻ്റെ പ്രേതത്തിന് നിഴലുണ്ട് എന്ന് പറയുന്ന ഒരു സമയം സാറിന് ഓർമ്മയുണ്ടോ? ആയുഷ്കാലം എന്ന് പറഞ്ഞ സിനിമയിൽ അത് അന്നൊരു ചെറിയ വിവാദം ഉണ്ടായിരുന്നതാണ്. അന്ന് സോഷ്യൽ മീഡിയയിൽ നിന്ന് തന്നെ കടിച്ച് കീറിയാനായിരുന്നു ആൾക്കാർ. പക്ഷെ അന്ന് അതില്ലാത്തതുകൊണ്ട് ഈ പത്രത്തിലും ചില ഇതിലൊക്കെയാണ് ആൾക്കാരുടെ ഇതിലാണ് അത് വന്നത്. ആയുഷ്കാലം എന്ന് പറഞ്ഞത് ആ കാലഘട്ടത്തിൽ വളരെ ഒരു ന്യൂജൻ സബ്ജക്റ്റായിരുന്നു. അന്ന് ആൾക്കാർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിലുള്ളൊരു ന്യൂജൻ സബ്ജക്റ്റായിരുന്നു. കാരണം ഈ ഹാർട്ട് മാറ്റി വെക്കാന്നുള്ളത് പോലും കേരളത്തിലൊന്നും കഴിവില്ല. അത് വളരെ റെയറായിട്ടുള്ളൊരു കാലഘട്ടത്തിലാണ് ഹാർട്ട് മാറ്റി വെച്ചിട്ട് പുതിയ ഹാർട്ട് സ്വീകരിച്ച ആൾക്ക് മരിച്ചുപോയ ആളുടെ എന്താ പ്രേതം എന്നുള്ള രീതിയിൽ അയാളെ കാണാമായിരുന്നു എന്ന് പറഞ്ഞാൽ അതിലൊരു റിവെഞ്ചും ഉണ്ട്. അത് മാത്രമല്ല എന്നെ എന്തിനു കൊന്നു എന്ന് അയാൾക്ക് കണ്ടുപിടിക്കണം, അന്വേഷിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇയാളുടെ കൂടെ നടക്കുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം സാധാരണ നമ്മൾ ഈ പ്രേത സിനിമകളൊക്കെ ചെയ്യുമ്പോൾ മിക്കവാറും രാത്രിയാണ് സീൻസ് ഉള്ളത്. പല രാത്രിയാണല്ലോ പ്രേതം ഇറങ്ങി കിടക്കാന്ന് പറയുന്നത്. നമ്മുടെ പ്രേതം പകലും ഇറങ്ങി കിടക്കുന്നുണ്ട്. ഈ സൺലൈറ്റിൽ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ നട്ടുച്ചക്കൊക്കെ നമ്മൾ സീൻ എടുക്കുന്ന സമയത്ത് എന്താ സണ്ണിനെ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഇവിടേക്കുള്ള ചെറിയൊരു ലൈറ്റ് ആണെങ്കിൽ നമുക്കത് എന്തെങ്കിലുമൊക്കെ വെച്ച് കട്ട് ചെയ്യാം. അപ്പോൾ നിഴൽ വരില്ല. ടെക്നോളജി ഉണ്ട് ഇന്നത്തെ കാലത്താണെങ്കിൽ. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ അന്ന് അങ്ങനത്തെ ടെക്നോളജി ഇല്ല. കാരണം VFX ഇല്ല. VFX ഇല്ലാത്തൊരു കാലത്ത് ഒരു ആർട്ടിസ്റ്റിനെ വെച്ചിട്ട് നമ്മൾ ഷോട്ട് എടുക്കുമ്പോൾ നിഴൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നിഴൽ ഒഴിവാക്കാനായിട്ട് ഇന്നാണെങ്കിലും VFX ഉണ്ട്. എനിക്ക് ഈസി ആയിട്ട് നിഴൽ ഇത് ചെയ്യാം. അന്നത് പറ്റില്ല, വായിച്ചു കളയാം. അന്നത് പറ്റാത്തതുകൊണ്ട് തന്നെ ഞങ്ങളെന്താ ചെയ്യാം? സൺലൈറ്റ് കട്ട് ചെയ്യാൻ എനിക്ക് യാതൊരു മാർഗ്ഗമില്ല. അത് നമ്മുടെ ഒരു പരാജയം തന്നെയാണ്. നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. മലയാള സിനിമയുടെ പരിമിതി വേറെ. പിന്നെ അത് പുറത്തേക്ക് കൊടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ചിലപ്പോൾ അത് എറേസ് ചെയ്ത് കളയാൻ പറ്റിയിരിക്കുന്നില്ല. പക്ഷേ അതിനുള്ള പരിമിതി നമുക്കുണ്ട് മലയാള സിനിമ. അപ്പോൾ പിന്നെ ആൾക്കാർ കുറ്റം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എന്താണ് എൻ്റെ പ്രേതത്തിന് നിഴലുണ്ട്. കാരണം വെച്ചാൽ നിങ്ങൾ ആരെങ്കിലും പ്രേതത്തിനെ കണ്ടിട്ടുണ്ടോ? ആരും കണ്ടിട്ടില്ലല്ലോ. അപ്പം ഞാൻ കാണിക്കുന്ന അല്ലെങ്കിൽ ഞാൻ കണ്ടിട്ടുള്ള പ്രേതത്തിന് നിഴലുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതന്നിങ്ങനെ ഒരു ചർച്ചയായിട്ട് വന്നിരുന്നു.